ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ ഷോർട്സ് ഇട്ട വീഡിയോ ആയിരുന്നു കേട്ടോ. സ്കൂളിൽ നിന്ന് നമ്മുടെ ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാവരും കൂടെ ചേർന്ന് ഒരു പിക്നിക്ക് പോയതിൻ്റെ വീഡിയോ. അപ്പോൾ രാവിലെ 5:30 റെഡിയായി കേട്ടോ. 6 മണിക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കണമെന്നാണ് പറഞ്ഞേ. അപ്പോൾ വിളക്കിൻ്റെ മുമ്പിൽ വന്ന് നന്ദമോൾ എഴുന്നേറ്റിട്ടില്ല. വിളക്കിൻ്റെ മുമ്പിൽ വന്ന് ചന്ദനം ഇട്ടു, ഷൂസ് ഇട്ടു. അപ്പോൾ ഓൾറെഡി അതിനോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് വഴക്കും കിട്ടി. രാവിലെ തന്നെ മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ട് നീ എത്ര താമസിച്ചാലും മൊബൈൽ പിടിച്ചുകൊണ്ടേ നിൽക്കത്തോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ വഴക്കും കിട്ടി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വിഷാടനത്തോട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ. അപ്പോൾ അനുവേട്ടനാണ് എന്നെ കൊണ്ടാക്കുന്ന ബസ് സ്റ്റോപ്പിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഗ്യാദർ ആവാനാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. സാറന്മാരെല്ലാം അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പം ഞങ്ങൾ പോസ്റ്റായെന്ന് വേണേൽ പറയാം. അങ്ങനെ ഞങ്ങൾ കടത്തിണ്ണയിലിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കമൻറ്റൊക്കെ പറയുക, നമ്മുടെ ബസ് കാത്തു നിൽക്കുന്നതിൽ നല്ലത് നമുക്ക് ഇവിടുത്തെ RTC ബസ്സിൽ ഗവൺമെൻറ്റിൻ്റെ ബസ്സുണ്ട്, അവിടെ നമുക്ക് ലേഡീസിന് ഫ്രീ അതിൽ പോകാമെന്ന്. അപ്പോൾ ഞങ്ങളുടെ പിക്നിക് സ്റ്റാർട്ടായി. രാവിലെ കഴിക്കാൻ ഇഡലിയും ബോണ്ടയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ബസ് അവിടെ ഒതുക്കിയിട്ടതിന് ശേഷം നമ്മളത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് എന്താ പറയുക, പാട്ട് പാടലും കളിയും ചിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ സ്കൂളിലത്. ഇത് തന്നെ നമുക്ക് പെർമിഷൻ ഇല്ല. എന്നാലും ഞാൻ കുറച്ചൊരു ഭാഗം ഇടാമെന്ന് കരുതി ഇട്ടതാണ്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു എന്ന് വേണേൽ പറയാം. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി ഞങ്ങൾ ടീമായി മാറി പാട്ടൊക്കെ പാടി. അപ്പം ഞങ്ങൾ 2.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ വന്ന സ്ഥലം ഇതാട്ടോ. ഇതൊരു പാർക്കാണ് കേട്ടോ, സ്മാർട്ട് സിറ്റി പാർക്ക് എന്നാണ് തോന്നുന്നു പേര്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുക. അപ്പോൾ മാഡവും HM പ്രിൻസിപ്പളും എല്ലാവരും കൂടെ പോയി ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് അവിടെ നിൽക്കുക. അപ്പം ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഇതാട്ടോ നല്ല എൻട്രൻസിൽ കാണുന്നതാണിത്. നല്ല ഗ്രീനറി ആട്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ലൊരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പാർക്കാണിത് കേട്ടോ. അപ്പം നമുക്ക് കുടിക്കാൻ നല്ല നീറ്റുമാണ് കേട്ടോ, ഒരു ഡസ്റ്റോ വേസ്റ്റോ ഒന്നുമില്ല. അപ്പം നമ്മുടെ ടീച്ചേഴ്സായി പോകുന്ന എല്ലാം. അപ്പം ഇവിടുന്ന് പോയപ്പോൾ കണ്ടതാണ് ഇവരെ. പിന്നെ ഇവരെ കാണുന്നത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്താട്ടോ. കാരണം എല്ലാവരുടെയും കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരോടും ഒരുമിച്ച് ഓരോ ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പിന്നെ നമ്മൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ കളഞ്ഞു പോകാനോ ഒന്നും വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ആരുടെ കൂടെ പോകും, എനിക്ക് ആരും ഇല്ലല്ലോ ഈശ്വരാന്ന്. അങ്ങനെ ഞാൻ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പം നല്ല ഗ്രീനറിയാണ്, നല്ല നീറ്റായിട്ട് കിടക്കുക. അപ്പോഴാണ് എൻ്റെ സബ്ജക്റ്റിൽ എൻ്റെ ഫ്രണ്ട് വന്ന് അവൾ എന്നെ പൊക്കി. ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നതുകൊണ്ട് അവൾ എൻ്റെ കൂടെ വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടായി. പിന്നെ ഞങ്ങളും പിന്നെ വേറെ കുറേ മാഡമും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുക്കലായി. അപ്പോൾ ഇത് വലിയൊരു ഗാർഡനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഏരിയ ഞങ്ങൾ കവർ ചെയ്തില്ല. കാരണം നമുക്ക് നല്ല രീതിയിൽ നടക്കാനുണ്ട്. നല്ല നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിലും പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിലും കളിക്കാനൊക്കെ നല്ലതായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം നല്ല ചെടികളൊക്കെ, ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. നല്ലൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഏരിയ. അപ്പം ഞങ്ങൾ നടന്ന് വീഡിയോസ് റീൽസും ഒക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഷട്ടിൽ കളിച്ചു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഷട്ടിലൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഫുഡ് നമ്മൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരു ഹോട്ടലിൽ ഓർഡർ ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന ഫുഡാണ് കേട്ടോ. അപ്പോൾ പുലാവും ചിക്കൻ കറിയും പിന്നെ പനീർ കറിയും ഒരു സ്വീറ്റും പിന്നെ ഗാരലും ഒരു ഫ്രൈയും പെരുകന്നുമായിരുന്നു നമ്മുടെ ഫുഡ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അവിടെ തന്നെ ഇരുന്നു. ആയമ്മമാരാണ് നമുക്ക് വിളമ്പിയൊക്കെ തന്നത്. ആവശ്യത്തിന് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഷട്ടിൽ കളിക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ വീണ്ടും ഷട്ടിൽ കളി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും നമ്മൾ ആ ഗാർഡൻ ഫുള്ള് ചുറ്റിക്കറങ്ങി നടന്നു കാണുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കളിച്ചു കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഓടിക്കളിച്ചു. അപ്പോൾ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഓടിക്കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ച് ഓൾറെഡി നമുക്ക് എഴുന്നേൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലിരിക്കുകയല്ലേ. പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ കിടന്ന് തകർത്തു എന്ന് വേണേൽ പറയാം. കഴിച്ച ഫുഡൊക്കെ എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ആ ലെവലിൽ ഞങ്ങൾ ഫുഡ് കളിച്ചു, നല്ല രീതിയിൽ കളിച്ചു. ആക്ച്വലി അത് നല്ലൊരു കാര്യമായി. കാരണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മത്തടിച്ച പോലെ എന്തോ ആണെങ്കിലും നമ്മൾ അത്രയും ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല ഒരു ക്ഷീണം ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങൾ നല്ല രീതിയിൽ ഓടിക്കളിച്ചു. പിന്നെ കുറച്ച് പേരൊക്കെ പുറകിലുള്ള ബീച്ചിലേക്ക് പോയി.
അപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്നത് കുറച്ച് ബസ്സിൽ കയറി വീണ്ടും പോകേണ്ട ഒരു ബീച്ചിലേക്കാണ്, വിശാഖപട്ടണം ബീച്ചിലേക്കാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും അവസാനം പ്രിൻസിപ്പൽ സാർ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി, മതി കളിച്ചത്, വാ വാ എന്ന് പറഞ്ഞ് വിളിച്ച്. എന്നിട്ടും ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെ ടീച്ചേഴ്സ് എല്ലാം അപ്പുറം ഇപ്പുറവും കളിക്കുന്നുണ്ട്. കുറേ പേര് ബീച്ചിൽ പോയി പിക്സ് എടുക്കാൻ. പിന്നെ ഞങ്ങൾ അവിടെ നടന്ന് ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. നല്ലൊരു ഫോട്ടോ ഷൂട്ടിൻ്റെ സ്പേസാണ് അവിടെ. മെച്യൂർ ഫങ്ഷനും പിന്നെ പ്രഗ്നൻസി ലേഡീസൊക്കെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട്. സോ അത്രയും നല്ലൊരു സ്പേസാണ് അവിടെ. അങ്ങനെ ഞങ്ങളും എടുത്ത്. സത്യത്തിൽ അവരെ ശല്യം ചെയ്യലായിരുന്നു ഞങ്ങളുടെ പണി. ക്യാമറാമാൻമാർ അവിടെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ബാക്കിൽ ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഏണിയിൽ വരെ കയറി ഫോട്ടോസ് എടുത്തെന്ന് വേണേൽ പറയാം. അപ്പം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു നഷ്ടം തന്നെയായിരുന്നു. അപ്പം നമ്മൾ കുറച്ചൊക്കെ ആൾക്കാരിലോട് അടുക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അല്ലേ. ഞാൻ ഒരുപാട് പേടിച്ചിട്ടാണ് ഞാൻ പോകണോ വേണ്ടയോ എന്നൊരു 100 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഈ പിക്നിക്കിലോട്ട് പോയത് തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ വന്ന് അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ കളിച്ച്, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തോളൂ, ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് കരുതി. പക്ഷേ ഞങ്ങൾക്ക് പണി കിട്ടി, ഞങ്ങളുടെ ബസ് കംപ്ലൈൻ്റ് ആയി. പിന്നെ ഞങ്ങൾ വന്നു, ചായ കുടിച്ചു. അപ്പോൾ നന്ദമോളും അനേട്ടനും കൂടെ എന്നെയും കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ ബസ് സ്റ്റോപ്പിൽ. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് രാത്രിത്തേക്ക് കഴിക്കാൻ ഫുഡില്ലല്ലോ. അപ്പോൾ അനേട്ടൻ പറഞ്ഞ് എന്തെങ്കിലും മേടിക്കാം എന്നും പറഞ്ഞ് നന്ദയുടെ ഫേവറേറ്റ് സാധനം നൂഡിൽസ് ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്ക് വേണ്ട, എൻ്റെ വയറ് ഫുള്ളായിരുന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ചായിരുന്നു, ചായ ബിസ്ക്കറ്റ് അതൊക്കെ കഴിച്ചിട്ടാണ് വന്നേ. പിന്നെ ബീച്ചിൽ നിന്നും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്